السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകത്വത്തിൻ്റെ തെളിവുകൾ എന്നുള്ള ഒരു സെഷനാണ് ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാലിഹ് സിന്ദി ഹഫിളഹുള്ളയുടെ മറാക്കിൽ വഴി എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ പഠിക്കുകയാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ 3 തെളിവുകൾ നമ്മൾ പറയുകയുണ്ടായി. ഒന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പുള്ള ജീവിതം എങ്ങനെയായിരുന്നു, പ്രവാചകൻ്റെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ ഓരോന്ന് നോക്കുകയും അതേപോലെ തന്നെ പ്രവാചകൻ്റെ നുബുവത്തിന് ശേഷമുള്ള സ്വഭാവം അതും നമ്മൾ കൃത്യമായി കൊണ്ട് പഠിച്ചു. അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായത് ഇത്തരം വിശിഷ്ടമായ സ്വഭാവങ്ങളുള്ളൊരു വ്യക്തി എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം പറയുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പ്രവാചകനായിക്കൊണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്, എനിക്ക് വഹി അള്ളാഹു നൽകുന്നുണ്ട് എന്നുള്ളൊരു കളവ് എങ്ങനെയാണ് പറയുക എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. മാത്രമല്ല മൂന്നാമതായി കൊണ്ട് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളാണ്, ഭാവിയെ പറ്റിയുള്ള പ്രവചനങ്ങൾ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പറഞ്ഞത് ആ രൂപത്തിൽ തന്നെ വന്നു ഫലിച്ചു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്നും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മുഅ്ജിസത്തുകളെ പറ്റിയിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകനാണ് എന്ന് തെളിയിച്ചു കൊടുക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല മറ്റു പ്രവാചകന്മാരിലൂടെയും കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് മുഅ്ജിസത്തുകൾ. നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഈസാ നബിക്കും മൂസാ നബിക്കൊക്കെ ലഭിച്ച മുഅ്ജിസത്തുകൾ നമ്മൾ മനസ്സിലാക്കിയവരാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മുഅ്ജിസത്തുകൾ ലഭിച്ചിട്ടുണ്ട്. മുഅ്ജിസത്തുകൾ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ ഇത് ഞാൻ അയച്ചിട്ടുള്ള ദൂതന്മാരാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി മനുഷ്യർക്ക് കഴിയാത്ത, അവരുടെ കഴിവിന് അപ്പുറമുള്ള കാര്യങ്ങൾ പ്രവാചകന്മാരിലൂടെ കാണിക്കുന്നതാണ് മുഅ്ജിസത്തുകൾ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മുഅ്ജിസത്തുകൾ നമ്മൾ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ നോക്കും ഇൻഷാ അല്ലാഹ്. ഏകദേശം പണ്ഡിതന്മാർ പറയുന്നത് 3000-ഓളം മുഅ്ജിസത്തുകൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നബിയാണെന്ന് പറയുകയും മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ പറയുകയാണ് എന്നെ ഇന്ന വ്യക്തി അയച്ചതാണ്, ഇപ്പോൾ നിങ്ങളിലൊരാൾ എന്നെ ഈ വ്യക്തി അയച്ചതാണ് എന്ന് പറയുമ്പോൾ എന്നെ നിങ്ങൾ അയച്ചതാണെങ്കിൽ നിങ്ങളൊന്ന് എണീറ്റിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എണീറ്റിരുന്ന അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്നെ അയച്ചു എന്നുള്ളതല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്, അത് അള്ളാഹു ആണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രപഞ്ച പ്രതിഭാസങ്ങളെ അത്ഭുതമാം രൂപത്തിൽ പ്രവാചകനോട് കാണിക്കുകയാണ്. അതിൽ പെട്ടതാണ് ഒന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനെ പിളർത്തി എന്നുള്ളത്. സൂറത്തുൽ ഖമറിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇഖ്തറബത്തിസ് സഅതു വൻശഖൽ ഖമർ, അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു.
അതേപോലെ തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കയിലെ ആൾക്കാർ പ്രവാചകന്റെ അടുത്ത് വരികയും എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, താങ്കൾ പ്രവാചകനാണെങ്കിൽ ഒരു ദൃഷ്ടാന്തം കാണിച്ചതാ, മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്ത ഒരു മുഅ്ജിസത്ത് കാണിച്ചതാ എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ചന്ദ്രൻ പിളരുകയും അത് കൂടിച്ചേരുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചന്ദ്രനെ പിളർത്തിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഹിറാ ഗുഹ അത് കാണുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ രൂപത്തിൽ അത് പിളർത്തി ഇതാക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇത് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് വെച്ചാൽ ഈ ഒരു ചന്ദ്രൻ്റെ പിളരലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ചർച്ച നമ്മൾ നടത്തും. ചില ബാക്കിയുള്ളത് നമ്മൾ ചർച്ച നടത്തൂല. ഇതിനെപ്പറ്റി നമ്മൾ കുറച്ച് വിശദീകരമായിക്കൊണ്ട് നമ്മൾ നടത്തും. ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് പ്രവാചകൻ ഹിജ്റ പോകുന്നതിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പാണ്. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നിട്ടുള്ളത്. ഇനി ഈ ഒരു സംഭവം മുത്തവാത്തിറായ സഹിഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാണ്. ധാരാളം മുത്തവാത്തിറ ഹദീസ് പറയുമ്പോൾ എന്താണ്, ധാരാളം സഹാബത്ത് ഇത് ഉദ്ധരിക്കുകയും ആ സഹാബത്തിൽ നിന്ന് ധാരാളം താബികൾ ഉദ്ധരിക്കുകയും അവരിൽ നിന്ന് ധാരാളം താബികൾ ഉദ്ധരിക്കുകയും അങ്ങനെ കൊണ്ടുവരുന്ന ഒന്നാണ് മുത്തവാത്തിറായ ഹദീസ് പറയുമ്പോൾ. മാത്രമല്ല സഹീഹുമാണ്. സഹീഹ് എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാ റാവിമാരും, അതിലുള്ള ആ ഉദ്ധരിച്ചിട്ടുള്ള സനദിലുള്ള ആ കണ്ണിയിലുള്ള എല്ലാ റാവിമാരും നമുക്ക് സ്വീകാര്യയോഗ്യമായ ആൾക്കാരാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ നമ്മളൊന്ന് നോക്കുക, അപ്പോൾ ഈ ഒരു കാര്യത്തെ വല്ലാത്ത രൂപത്തിൽ നമുക്ക് ഈ നിരീശ്വരവാദികൾ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു വിഷയത്തെ ചന്ദ്രൻ പിളർന്നു എന്നുള്ളതാണ്, അതൊരിക്കലും ശാസ്ത്രത്തിന് യോജിക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് കൊണ്ടുവരാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് ഇത് ശാസ്ത്രത്തിലൂടെ തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ശാസ്ത്രത്തിലൂടെ തെളിയിക്കാൻ പറ്റിയത് മുഅ്ജിസത്താകുമോ? അല്ലേ? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അമാനുഷികമാണ്, നമ്മുടെ ചിന്തക്ക് അപ്പുറമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റില്ല. എന്നാൽ ഈ നിരീശ്വരവാദികൾ ഇത് ശാസ്ത്രീയമായി കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നത് ഇത് ചന്ദ്രന് പിളരുക എന്നിട്ട് അത് കൂടിച്ചേരുക എന്നുള്ളത് ഇത് ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് അവർ പറയാറുണ്ട്. പക്ഷേ നാസയുടെ അവരുടെ സൈറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ചന്ദ്രനിൽ ചില ഗ്യാപ്പുകളൊക്കെ കാണാൻ സാധിക്കും. റീമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഗ്യാപ്പുകൾ, അതിനെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ അതേപോലെ തന്നെ ചന്ദ്രൻ്റെ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേ കറുത്ത പാടുകൾ കാണാൻ പറ്റും, കറുത്ത റൗണ്ടുകളൊക്കെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ മറ്റേ പുറം നോക്കുമ്പോൾ അത് ഒരു കറുത്ത അടയാളം കാണാൻ സാധിക്കില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ 2 ചന്ദ്രന് ഒരു കാലത്ത് 2 എണ്ണമായിരുന്നു. ഈ 2 ഗ്രഹങ്ങൾ അത് കൂടിച്ചേർന്നിട്ടാണ് ഇപ്പോഴുള്ള ഒരു ചന്ദ്രനായിട്ടുള്ളത് അവർ പറയുന്നതാണ്. അല്ലാതെ ഇവർ നമ്മുടെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് സമർത്ഥിക്കല്ല. അവർ പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ചന്ദ്രൻ അത് പണ്ട് 2 എണ്ണമായിരുന്നു, അത് കൂടിച്ചേർന്നതാണ്, അതുകൊണ്ടാണ് ഒരു സൈഡ് വേറൊന്നും മറ്റേ സൈഡ് വ്യത്യസ്തമായി കൊണ്ട് കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആ രൂപത്തിൽ അപ്പോൾ ശാസ്ത്രം തന്നെ അവർ കൃത്യമായി കൊണ്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിരീശ്വരവാദികൾ ശാസ്ത്രം തന്നെ കൃത്യമായി കൊണ്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ശാസ്ത്രീയമായി കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുക, ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, മുത്തവാത്തിറായ ഹദീസുകളിലൂടെ വന്ന സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് ചന്ദ്രൻ പിളരുക എന്നുള്ളത്. അപ്പോൾ എത്രയോ വ്യക്തികൾ ഇത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അല്ലേ? അദ്ദേഹം BC 323 ജീവിച്ച വ്യക്തിയാണ്. അപ്പം അദ്ദേഹം കുറേ വലിയ സാമ്രാജ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു, ധാരാളം രാജ്യങ്ങൾ പിടിച്ചടക്കിയിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 275 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ പറ്റിയുള്ള ചരിത്രം ആദ്യമായി കൊണ്ട് എഴുതുന്നത്. അദ്ദേഹത്തെ കണ്ട ആളല്ല എഴുതുന്നത്, അദ്ദേഹത്തെ പറ്റി അറിയുന്ന ആളല്ല എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം 1-2 തലമുറ കഴിഞ്ഞ് ഉള്ള ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമുള്ളതോ 375 വർഷ ശേഷം, അതിനുശേഷം എഴുതുന്നത് 425 വർഷ ശേഷം ആണ് അതൊക്കെ എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? അലക്സാണ്ടർ ദ ഗ്രേറ്റ് നിന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്.
ഇനിയോ അതേപോലെ തന്നെ ലോകത്തിലെ 7 മഹാ അത്ഭുതങ്ങൾ, അതിൽ 7 അതിൽ 1 മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ബാക്കിയുള്ളവരുടെ എല്ലാം അവശിഷ്ടങ്ങൾ പോയിട്ടുണ്ട്, ഇന്ന് കാണാൻ സാധിക്കില്ല. ഇന്ന് അവശേഷിക്കുന്നത് പിരമിഡ് മാത്രമാണ്. പിരമിഡ് ഓഫ് ഗീസ എന്നറിയപ്പെടുന്ന പിരമിഡ്, ഈജിപ്തിലെ പിരമിഡ് മാത്രമാണ് ഇന്ന് ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം അവശേഷമായി, അതിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ള. പക്ഷെ നമ്മൾ എന്താക്കുന്നുണ്ട്? അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്, സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയോ മാത്രമല്ല, ഓക്കെ, അപ്പം ഇതിനൊക്കെ തെളിവില്ല എന്നുള്ളത് കൊണ്ട്, ഇപ്പം നമുക്ക് തെളിവില്ല എന്നതുകൊണ്ട് ഒരു കാര്യം എന്താവില്ല, ഇല്ലാതാവില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരു തെളിവില്ല എന്നുള്ളത് ഒരു കാര്യം നടന്നിട്ടില്ല എന്നതുള്ള തെളിവല്ല. കാരണം എന്താ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചൈനയിലെ വൺമതിൽ, അത് മാർക്കോ പോളോ ലോകം മൊത്തം സഞ്ചരിക്കുകയും എന്നാൽ അദ്ദേഹം അതിനുശേഷം എഴുതുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവങ്ങൾ, കണ്ട കാഴ്ചകളൊക്കെ എഴുതുമ്പോൾ അതിൽ ചൈനയുടെ വൻമതിൽ അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതില്ല എന്നാണോ? അല്ലേ? അതില്ല എന്നല്ല, അതുണ്ട് തന്നെയാണ്. പക്ഷെ അദ്ദേഹം എഴുതിയിട്ടില്ല എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ തെളിവില്ല എന്നത് എന്തിൻ്റെ തെളിവല്ല? അതില്ല എന്നതുള്ളതിന് തെളിവല്ല. അപ്പോൾ ചന്ദ്രൻ പിളർന്നു എന്നതിന് തെളിവില്ല എന്നതുകൊണ്ട് അത് നടന്നിട്ടില്ല എന്നാവുകയില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് തെളിവുണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ നമ്മൾ ഇന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളല്ല. പക്ഷേ ഇതിനേക്കാൾ നല്ല തെളിവുകളോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള കാലത്ത് പ്രവാചകൻ്റെ സഹാബത്ത് തന്നെ ചന്ദ്രൻ പിളർന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. തിർമിദി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥത്തിൽ കാണാം, അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥത്തിൽ കാണാം, ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ, തിർമിദി റഹ്മത്തുള്ളാഹിയുടെ, അതേപോലെ തന്നെ അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിൽ കാണാം, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലെ, ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ഹദീസ് നമുക്കറിയാം. പണ്ഡിതന്മാരെല്ലാം ഖുർആനിന് ശേഷം ഏറ്റവും ശരിയായ അസഹായ ഗ്രന്ഥമായിക്കൊണ്ട് ഗണിക്കപ്പെടുന്ന ഒന്നാണ് ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിലുള്ള എല്ലാ ഹദീസുകളും പണ്ഡിതന്മാർ ഓരോന്നെടുത്ത് പഠിക്കുകയും അതിൽ പറഞ്ഞിട്ടുള്ള റാവിമാരെ പറ്റി പഠിക്കുകയും അതെല്ലാം എല്ലാവരും സിഹത്താണ്, എല്ലാവരും സ്വീകാര്യോഗ്യമാകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പണ്ഡിതന്മാരെന്ത് പറയുന്നത്. അതാണ് ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥം, അത് ഖുർആനിന് ശേഷം ഏറ്റവും അസഹായ ഗ്രന്ഥമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാചകൻ്റെ കാലത്തുള്ള ജുബൈർ ബിൻ മുത്തഈം റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഇദ്ദേഹം കാഫിറായിരുന്നു. ഇത് നടക്കുന്ന സമയത്ത് കാഫിറാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മാത്രമല്ല അബ്ദുല്ലാഹി ബിൻ ഉമർ അദ്ദേഹവും ഉദ്ധരിക്കുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹവും ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്താണ്? പ്രവാചകനെ കണ്ട വ്യക്തികളാണ്. ഇനി ആരാണ് ജുബൈർ ബിൻ മുത്തഈം? അല്ലേ, പലപ്പോഴും ഇത്തരം നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും പല തെളിവുകൾ അന്വേഷിച്ച് പോകുമ്പോൾ അത് ആരാണ് പറഞ്ഞതെന്ന് തന്നെ അറിയില്ല. ഇപ്പോൾ ബൈബിളൊക്കെ നോക്കുകയാണെങ്കിൽ ബൈബിളിൽ കുറേ എഴുത്തുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ബൈബിളും അതേപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം, ഈവൻ നമ്മുടെ ഹിന്ദു മതത്തിൽ പോലും അവരുടെ ഗ്രന്ഥത്തിൽ പലതും കടന്നുകൂടിയിട്ടുണ്ട്. ആരാണിത് എഴുതിയത്, ഏതാണ് കടത്തിക്കൂട്ടിയത്, ഏതാണ് കടത്തിക്കൂട്ടാത്തത് എന്ന് മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള അവസ്ഥകളുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം അങ്ങനെയല്ല. ഇതൊക്കെ ആരാണ് ജുബൈർ ബിൻ മുത്തഈം? അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ ഉമ്മ ആരാണ്? അദ്ദേഹം ജനിച്ചതെപ്പോഴാണ്, മരിച്ചതെപ്പോഴാണ്? അദ്ദേഹം സത്യസന്ധനാണോ? അദ്ദേഹം ആരാണ് എന്ന് തുടങ്ങിയുള്ള അബ്ദുല്ലാഹി ബിൻ അബ്ബാസിനെ പറ്റി നമുക്കറിയാം. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവിനെ പറ്റി അറിയാം. ഉമർ റളിയല്ലാഹുവിൻ്റെ മകനാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു ആരാണ്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്നു. അങ്ങനെ തുടങ്ങി ഓരോ വ്യക്തികളെ പറ്റി നമുക്ക് കൃത്യമായി കൊണ്ട് അറിവുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് സഹാബിമാർ, അതിനുശേഷമുള്ള റാവിമാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടതാരാണ്? ഈ ചന്ദ്രൻ പിളർന്ന വിഷയം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടത് ഖത്താദ റളിയല്ലാഹു അൻഹുവാണ്. അപ്പോൾ അദ്ദേഹം ആരാണ്? അദ്ദേഹത്തെ പറ്റി കൃത്യമായി കൊണ്ടുള്ള അറിവ് നമുക്കുണ്ട്. ഷൈബാൻ ആണ് അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് യൂനുസ് ആണ്. യൂനുസിൽ നിന്ന് കേട്ടത് അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ്, അദ്ദേഹത്തിൽ നിന്ന് ബുഖാരി റഹിമഹുല്ലാഹ് കേട്ടു. അപ്പോൾ ഈ വ്യക്തികളൊക്കെ പറ്റി കൃത്യമായി കൊണ്ടുള്ള അറിവ് നമുക്കുണ്ട്. ഈ മുത്തവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞല്ലോ, കുറേ സനദുകളുണ്ട് പറഞ്ഞല്ലോ, അവരൊക്കെ ചരിത്രം നമുക്കറിയാം. അവർക്ക് എപ്പോഴാണ് വയസ്സായത്, അവർക്ക് വയസ്സായ സമയത്ത് അവരുടെ ഹിഫ്ള്, അവരുടെ ഓർമ്മയ്ക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങൾ അത് എപ്പോഴാണ് കത്തിപ്പോയത്,
അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നതൊക്കെ വിഷയങ്ങളൊക്കെ കൃത്യമായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിൽ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഇസ്ലാമിൽ ഹദീസിൻ്റെ ആ ഒരു ശാസ്ത്രം ഉണ്ടല്ലോ, ഹദീസിൻ്റെ ആ ഒരു ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സനദുകളിലുള്ള വ്യക്തികളെ പറ്റി കൃത്യമായി പഠനം നടത്തിയ ഗ്രന്ഥങ്ങളാണ് അത്താരിഖുൽ കബീർ, അതേപോലെ തന്നെ അത്താരിഖുൽ ഔസത്ത് ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങളാണ്. അതേപോലെ തഹദീബ്, അതേപോലെ തന്നെ തഖ്രീബു തഹദീബ്, അൽ ജർഹ് വ തഅദീൽ എന്നൊക്കെ തുടങ്ങി കുറേ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് കാലത്ത് വലിയ പണ്ഡിതന്മാരായ ആൾക്കാരടക്കം ഇന്ന് നമ്മൾ പാശ്ചാത്യരായിക്കൊണ്ടുള്ള പണ്ഡിതന്മാർ, ചരിത്രങ്ങളൊക്കെ പഠിക്കുന്ന വ്യക്തികൾ നമ്മുടെ ഹദീസിൻ്റെ ആ ഒരു പഠനത്തെ പറ്റിയിട്ട് പുകഴ്ത്തി പറയുന്നുണ്ട്. ആ ഒരു പഠനം, അങ്ങനത്തെ ഒരു പഠനം നമുക്ക് മറ്റൊരു ഏത് നിലയിലും നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രത്തോളം സൂക്ഷ്മമായിക്കൊണ്ട് പഠിച്ച ഒന്നാണെന്ത് ഈ ഇത്തരം റാവിമാരെ പറ്റി, എന്താണ് ഹദീസുകളുടെ ചെയിൻ, അവരുടെ ആ ഒരു ചെങ്ങലയിലുള്ള ആൾക്കാർ എന്തൊക്കെയാണ് എന്നുള്ള വിഷയം കൃത്യമായി കൊണ്ട് പഠിച്ചൊരു ശാഖയാണ് ഇത് എന്നുള്ളത്. മാത്രമല്ല ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, ഓരോന്നും നമ്മൾ പറഞ്ഞു. മാത്രമല്ല ദലാലു നുബുവത്ത് എന്ന് പറഞ്ഞ ബൈഹക്കിയുടെ ഗ്രന്ഥം, ഹിജ്റ 400 വർഷങ്ങളിൽ അദ്ദേഹം ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അഷിഫ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന് പറയുന്ന ഹിജ്റ 500കളിൽ രചിക്കപ്പെട്ട ഗ്രന്ഥം, അതിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഉൻവാനുൽ അസർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഇത് കാണാൻ സാധിക്കും. ബിദായ വൻ നിഹായ എന്ന ഇബ്നു കസീർ റഹിമഹുള്ളാഹിയുടെ ഗ്രന്ഥത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. അങ്ങനെ തുടങ്ങി പല ഗ്രന്ഥങ്ങളിലും ഇത് കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇത് മുസ്ലിങ്ങളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു അല്ലേ. സഹാബത്തിന് നമ്മൾ പറഞ്ഞു, നേരിട്ട് കണ്ട സഹാബത്തിന് നമ്മൾ. ഇനി മുശ്രിക്കുകൾ ആരൊക്കെയാണ് ഇത് കണ്ടത്? അതിന് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന് മുശ്രിക്കുകളൊക്കെ പ്രവാചകന്റെ അടുത്ത് വന്നു, എന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം കാണിച്ചതാ. അങ്ങനെ ആരൊക്കെ ഉണ്ടായിരുന്നു അതിൽ? വലീദ് ബിൻ മുഗീറ, അബൂജഹൽ ബിൻ ഹിഷാം, ആസ് ബിൻ വായിൽ, ആസ് ബിൻ ഹിഷാം, അസ്വദ് ബിൻ അബ്ദ് യഗൂത്ത്, ജമഅത്ത് ബിൻ അസ്വദ്, നളർ ബിൻ ഹാരിസ് എന്ന് തുടങ്ങി അന്നത്തെ മുശ്രിക്കുകളൊക്കെ എന്തുണ്ടായിരുന്നു, ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല അവിശ്വാസികൾ പോലും ഇത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതിനുള്ളൊരു തെളിവ്, ഇത് നടന്നു എന്നതിനുള്ളൊരു തെളിവെന്നാണ് എന്ത്, ഇവർ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? എവിടെ മുഹമ്മദെ കാണില്ലല്ലോ എന്നാണോ പറഞ്ഞത്? അല്ല, സഹറന മുഹമ്മദ്, ഞങ്ങളുടെ മാരണം ചെയ്ത് പറ്റിച്ചിക്കുകയാണ് മുഹമ്മദ്. അപ്പോൾ കണ്ടപ്പോൾ പറയണത് ഞങ്ങൾക്ക് മാരണം ചെയ്തതാണ് മുഹമ്മദ്. അല്ലാണ്ട് അവരെന്തല്ല പറഞ്ഞത്? ഇപ്പൊ നടന്നിട്ടില്ലെങ്കിൽ അവരെന്ത് പറയണമായിരുന്നു? മുഹമ്മദ് എവിടെ ചന്ദ്രൻ പിളർന്ന് കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കും. പക്ഷെ എന്താണ് പറഞ്ഞത്? സഹറന മുഹമ്മദ്, ഞങ്ങളെ മുഹമ്മദ് സിഹർ ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇത് ഈ സിഹർ എന്ന് പറയുമ്പോൾ അടുത്തുള്ള ആൾക്കാരെ നമുക്ക് മാരണം ചെയ്യാം, പറ്റിക്കാം. പക്ഷെ എല്ലാവരും, ലോകത്തുള്ള എല്ലാവരും നമുക്ക് പറ്റിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അടുത്തുള്ള നാടുകൾക്ക് പോകുന്നുണ്ട്. ഈ മുശ്രിക്കുകൾ അവരടുത്തുള്ള നാടുകൾക്ക് പോവുകയും അവിടെ പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചന്ദ്രൻ പിളർന്നത് കണ്ടിട്ടുണ്ടോ? അപ്പം അവരൊക്കെ കണ്ടു എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ പോലും അത് കണ്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും അത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ഒരു രാജാവ്, അയാളുടെ യഥാർത്ഥ നാമം രവിവർമ്മ എന്നുള്ളതാണ്. അപ്പോൾ ഇത് വിക്കിപീഡിയയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം, അദ്ദേഹം രാജാവാണ്, രാജ്ഞിയോടൊപ്പം നടക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം കണ്ടു, ചന്ദ്രൻ പിളർന്നത് കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം അത് കാണുകയും അദ്ദേഹം ഇത് രേഖപ്പെടുത്തി വെക്കുവാൻ വേണ്ടി കൽപ്പിച്ചു. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പല രാജാക്കന്മാരും അത് ചെയ്യാറുണ്ട്. അന്നത്തെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കും, അതിൻ്റെ സമയവും ദിവസവും ഒക്കെ എഴുതി വെക്കാൻ പറയും. അങ്ങനെ അദ്ദേഹം അത് രേഖപ്പെടുത്തുവാൻ പറഞ്ഞു. അങ്ങനെ ഇന്ത്യയിലേക്ക് അറേബ്യൻ നാട്ടിൽ നിന്ന് കച്ചവടക്കാർ വന്നപ്പോൾ അവരോട് ഇദ്ദേഹം ചോദിച്ചു, ഈ ഒരു വിഷയത്തെപ്പറ്റി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് പോകുന്നുണ്ട്. ഈ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ആ രാജാവ് മക്കയിലേക്ക് പോവുകയും പ്രവാചകനെ നേരിട്ട് കാണുകയും
ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം കത്തുകൾ തൻ്റെ സാമ്രാജ്യത്തിലേക്ക്, തൻ്റെ രാജ്യത്തിലേക്ക് കത്തുകൾ അയക്കുകയും മാലിക് ബിൻ ദീനാർ, അല്ലേ, ഇന്ത്യയിലേക്ക് വന്ന സഹാബിയാണ് മാലിക് ബിൻ ദീനാർ. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റണം എന്ന് അദ്ദേഹം കത്തിലൂടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയോ അദ്ദേഹം മാലിക് ബിൻ ദീനാറിനോട് പറഞ്ഞു, താങ്കൾ ഒരു പള്ളി ഉണ്ടാക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി, മുസ്ലിം പള്ളി എവിടെയാണ്? ചേരമാൻ പള്ളി, ചേരമാൻ മസ്ജിദ്, നമ്മുടെ തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിലുള്ള ചേരമാൻ പള്ളി. അതിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ചേരമാൻ പള്ളി എപ്പോഴാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്? ഹിജ്റ 629 AD, 629 AD അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രവാചകൻ എപ്പോഴാണ് മരിക്കുന്നത്? 632 AD. പ്രവാചകന്റെ കാലത്ത് തന്നെ ഇത് പണിതപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല ഈ വിഷയം തന്നെ, ഈ പറഞ്ഞ വിഷയം ഷെയ്ഖ് സൈനുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗ്രന്ഥത്തിൽ കാണാം. അതേപോലെ ബ്രാഹ്മണന്മാരുടെ ഹിന്ദുക്കളായ അവരുടെ ഗ്രന്ഥത്തിൽ കാണാം. അതിലൊരു പുസ്തകമാണ് കേരളോൽപ്പത്തി. ഇപ്പം ഇംഗ്ലീഷ് പറയുന്നത് ദ ഒറിജിൻ ഓഫ് കേരള, കേരളയുടെ ഉൽപ്പത്തി എങ്ങനെയാണ്, അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ അതിൽ ഇത് കാണാൻ സാധിക്കും. മാത്രമല്ല MGS നാരായണൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പെരുമാൾസ് ഓഫ് കേരള എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ഒരു സംഭവം, ഈ രാജാവ് ചേരമാൻ എന്ന് പറയുന്ന, പെരുമാൾ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ വന്നു. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ട് പറയുകയാണ്, there is no reason to reject the tradition that the last Chera king embraced Islam and went to Mecca. ഒരിക്കലും നമുക്ക് ചേര കിങ്, അവസാനത്തെ ചേര കിങ്, ആ ഒരു ചേരന ഡൈനസ്റ്റിനാണ് ആ ഒരു രാജഭരണത്തിൻ്റെ പേര്, ആ കുടുംബത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, അതേപോലെ തന്നെ മക്കയിലേക്ക് പോയി എന്നുള്ള ആ ഒരു വിഷയം നിഷേധിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല സെബാസ്റ്റ്യൻ R. പ്രാങ്കെ എന്ന് പറയുന്ന ഒരു വ്യക്തി മൺസൂൺ ഇസ്ലാം ട്രേഡ് ആൻഡ് ഫെയ്ത്ത് ഓൺ ദി മിഡീവൽ കോസ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഈ വിഷയം പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ അദ്ദേഹം ചന്ദ്രന് പിളർന്നതും അത് തിരിച്ചു വന്നതും അദ്ദേഹം കണ്ടു എന്ന് തന്നെ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതൊക്കെ പോട്ടെ, നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുകൊണ്ടുള്ള നരേന്ദ്രമോദി 2016 മുഹമ്മദ് ബിൻ സൽമാൻ, സൗദി ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സൽമാൻ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ, നരേന്ദ്രമോദിയുടെ ട്വിറ്ററിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സമ്മാനം കൊടുക്കുന്നത് എന്താണ്? ഈ ചേരമാൻ പള്ളിയുടെ ഒരു സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു രൂപം, അതാണ് കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ആ ട്വിറ്ററിൽ തന്നെ അദ്ദേഹം അടുത്ത 2-3 ട്വിറ്റർ ട്വീറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പറയുന്നുണ്ട്, ഈ ഒരു പള്ളി എന്നുള്ളത് AD 629 ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് അദ്ദേഹം, നരേന്ദ്രമോദി തന്നെ ട്വീറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും തെളിവുകൾ എന്തുണ്ട്? നരേന്ദ്രമോദി ഇത് പറയണമെന്നുണ്ടെങ്കിൽ തെളിവില്ലാത്ത കാര്യം പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായി കൊണ്ടുള്ള തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയം നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിലായി പറഞ്ഞു എന്നുള്ളൂ. ബാക്കി വിഷയങ്ങൾ ഇനി പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഓരോ മുഅ്ജിസത്തുകൾ നമുക്കൊന്ന് നോക്കാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മാത്രമല്ല ഇതിലൊരു വിഷയം കൂടി പറയാനുള്ളത്, ഈ ഒരു ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് രാത്രിയാണല്ലോ നടക്കുക, രാത്രി സമയത്താണ് ഇത് നടക്കുക. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ പിളരുന്നത് കാണണം എന്ന് കരുതിയവർ മാത്രമേ അത് കാണുള്ളൂ. പലരും കടന്നുറങ്ങിയായിരിക്കും. മാത്രമല്ല ലോകത്ത് ഇപ്പോൾ അറേബ്യൻ നാടുകളിൽ രാത്രിയാണെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും പകലാണ്. അതുകൊണ്ട് തന്നെ കാണാൻ ചാൻസ് വളരെ കുറവാണ്. എന്നിട്ട് കൂടി ഇത്തരം തെളിവുകൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. രണ്ടാമതായിക്കൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന മുഅ്ജിസത്തുകളെ രണ്ടാമത്തെ ഒരു മുഅ്ജിസത്ത് എന്ന് പറയുന്നത്, അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ്റെ ഒപ്പം ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ആ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നത് ഞങ്ങൾ കേൾക്കുമായിരുന്നു. അത് തിന്നുന്ന സമയത്ത് തന്നെ അത് തസ്ബീഹ് ചൊല്ലുന്ന, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല യഹൂദിയായ ഒരു സ്ത്രീ ഖൈബറിൻ്റെ സമയത്ത്, ഖൈബർ എന്ന നാട്ടിലുള്ള ഒരു യഹൂദിയായ സ്ത്രീ പ്രവാചകനെയും സഹാബത്തിനെയും ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. എന്നിട്ട് ആടാണെന്ന് ഉണ്ടാക്കിയിരുന്നത്. ആ ആടിൽ എന്താക്കി? വിഷം കുത്തി നിറക്കുകയും എന്നിട്ട് പ്രവാചകനും സഹാബത്തിനും കൊടുത്തു.
അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇർഫഉ ഐദീകും, അങ്ങനെ ഭക്ഷണം കഴിക്കുവാൻ നിൽക്കുമ്പോൾ ഇർഫഉ ഐദീകും, കൈയെടുക്കി, ഫഇന്നഹാ അഖ്ബറത്നി അന്നഹാ മസ്മൂമ, ഈ ആട് പറയുകയാണ്, ഈ ആട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ വിഷമുണ്ട് എന്ന് ഈ ആട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും എല്ലാവരും കൈയെടുത്തു എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് ഭാഗം കഴിച്ച ബിശ്ർ ബിനുൽ ബറ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം ആ സമയത്ത് തന്നെ മരണപ്പെട്ടു. ഈ വിഷം ഉള്ളിൽ കടന്നുകൊണ്ട് മരണപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെന്ത്, ഈ ആട് എന്നോട് അല്ലേ അറിയില്ല, ഈ ഭക്ഷണത്തിൽ വിഷമുണ്ടെന്ന് അറിയില്ല, പക്ഷെ പ്രവാചകൻ പറയുകയാണ് അത് ആട് എന്നോട് പറഞ്ഞു എന്ന് പറയുകയും അതിൽ വിഷമുണ്ടെന്ന് പറയുകയും മാത്രമല്ല അതിന് സത്യം, അതിന് തെളിവാണെന്ത്, ആ ഒരു സഹാബി മരണപ്പെട്ടു എന്നുള്ളത്. ഇനിയോ മൂന്നാമതേ കൊണ്ട് അടുത്ത ഒരു തെളിവ് അല്ല മുഅ്ജിസത്ത്, ഒരിക്കൽ അസർ നമസ്കാര സമയത്ത് വെള്ളമില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പാത്രം കൊടുത്തു. അപ്പോൾ പ്രവാചകൻ ആ ഒരു പാത്രത്തിൽ കൈയിട്ടപ്പോൾ അതിൽ വെള്ളം വരികയും പ്രവാചകൻ്റെ കയ്യിൻ്റെ ഇടയിലൂടെ വെള്ളം വരികയും അങ്ങനെ ആ സമൂഹം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അതിൽ നിന്ന് വെള്ളം ഒളുവെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കപ്പെട്ടു, എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ? അപ്പോൾ പറയാണ് 300-ൽ പരം ആൾക്കാർ സഹാബത്ത് അന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ ആ ഒരു ചെറിയ പാത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിടുകയും അതിൽ നിന്ന് വെള്ളം വരികയും അതിൽ നിന്ന് ഇത്രയും ആൾക്കാർ ഒളുവെടുത്തു എന്ന് കാണാൻ സാധിക്കും. അടുത്തൊരു മുഅ്ജിസത്ത്, ഖന്തക്കിൻ്റെ ആ ഒരു സമയത്ത്, ഖന്തക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ അന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ആടുംകുട്ടി, ചെറിയൊരു ആടുംകുട്ടീനെ, അതേപോലെ തന്നെ കുറച്ച് ബാർലി, ഒരു ഗോതമ്പ് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അത് അന്ന് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രവാചകനെ വിളിച്ചതാണ്. പ്രവാചകൻ എന്ത് ചെയ്തു, അന്ന് ഖൈബറിന് വന്നിട്ടുള്ള യോദ്ധാക്കളെല്ലാവരും വിളിച്ചു, അൻസാരികളെയും മുഹാജിരികളെയും എല്ലാവരുടെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പ്രവാചകൻ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ ഭക്ഷണത്തിൽ പ്രവാചകൻ ഊതി. അങ്ങനെ എല്ലാവരും കഴിച്ചു. എല്ലാവരും കഴിക്കുകയും അവിടെ നിന്ന് മടങ്ങി പോകുകയും ചെയ്തു. പക്ഷേ ഭക്ഷണം പിന്നെയും ബാക്കിയുണ്ട് എന്ന് ബുഖാരി റഹിമഹുള്ളയും മുസ്ലിം റഹിമഹുള്ളയും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറച്ച് ബാർലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പ്രവാചകനെ വിളിക്കുകയാണ്. പ്രവാചകൻ അവിടേക്ക് പോകുമ്പോൾ ഏകദേശം 70-80 സഹാബത്തിനെ കൂടെ വിളിച്ചു. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരെല്ലാവരെയും വിളിക്കുകയും ആ ഒരു ഭക്ഷണം എല്ലാവരും കഴിക്കുകയും ചെയ്തു. പക്ഷെ അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ, കുറച്ച് ബാർലി ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എല്ലാവരും അത് കഴിച്ചു. ബുഖാരി റഹിമഹുള്ളയും മുസ്ലിം റഹിമഹുള്ളയും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതേപോലെ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അവർ ഹൈസ് എന്ന് പറയുന്ന ഒരു ഭക്ഷണം, പ്രവാചകന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളിൽ പെട്ട ഒന്നാണ് ഈ അൽ ഹൈസ് എന്ന് പറയുന്ന ഒരു ഭക്ഷണം. ഒരു പായസം പോലെ ഉള്ളൊരു സാധനമാണ്. ഇന്നും നമുക്ക് ഈ നബിദിനത്തിനോട് അനുബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും, പാചകത്തിൻ്റെ വീഡിയോകൾ, ഈ അറബിയൻ വീഡിയോകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഹൈസ് പ്രവാചകന് ഇഷ്ടമുള്ള ഭക്ഷണമാണ്, പ്രവാചകനുള്ളൊരു സ്നേഹം കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹൈസ് ഉണ്ടാക്കുകയും പ്രവാചകൻ അതിലേക്ക് വിളിക്കുകയും ചെയ്തു. അങ്ങനെ പ്രവാചകൻ ആ ഭക്ഷണത്തിൻ്റെ മുകളിൽ കൈവെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം ആ ഒരു സദ്യക്കും 300-ൽ പരം സഹാബത്ത് വരികയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം യാത്ര പോവുകയാണ്. അങ്ങനെ ഒരു മരങ്ങളൊന്നുമില്ലാത്ത, അതേപോലെ തന്നെ ഈ മറയൊന്നുമില്ലാത്ത ഇങ്ങനെ നിരന്ന ഭൂമിയാണ്. അങ്ങനത്തെ ഒരു ഭൂമിയിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാത്റൂം പോകണം. അങ്ങനെ ഇദ്ദേഹം കുറച്ച് വെള്ളവുമായി കൊണ്ട് പ്രവാചകൻ്റെ അടുത്ത് പോയി. പക്ഷേ മറ സ്വീകരിക്കണമല്ലോ, പക്ഷെ മറ സ്വീകരിക്കാൻ വേണ്ടി ഒന്നും കാണുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് അകലെ, ഈ സ്ഥലത്തിൻ്റെ കുറച്ച് അകലെ 2 മരങ്ങളുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു മരത്തിൻ്റെ അടുത്ത് പോവുകയും അതിൻ്റെ ഒരു കൊമ്പ് പിടിക്കുകയും എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ ഒപ്പം വാ എന്ന് പറയുകയും അങ്ങനെ ഒരു മൃഗത്തെ വലിച്ചു കൊണ്ടിരുന്നത് പോലെ ആ മരത്തെ വലിച്ചു കൊണ്ടിരിക്കുകയും മറ്റേ മരത്തിൻ്റെ അടുത്ത് എത്തുകയും മറ്റേ മരത്തെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അതിൻ്റെ ഒരു മറയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു എന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുക്ക് മാത് എന്നൊരു അസുഖം കണ്ണിൽ ബാധിച്ചു ഖൈബർ യുദ്ധത്തിൻ്റെ സമയത്ത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ഇത് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിലേക്ക് ഊതുകയും അങ്ങനെ ആ ഒരു രോഗം ഇല്ലാത്തതുപോലെ, ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന രൂപത്തിൽ അത് മാറി എന്നുള്ളതാണ്. അബ്ദുല്ലാഹിബിൻ അത്തീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കാല് പൊട്ടി.
കാല് പൊട്ടുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തടവുകയും അത് മാറുകയും ചെയ്തു. അതായത് ഇങ്ങനെ പൊട്ടിയിട്ടേ ഇല്ല എന്നുള്ള രൂപത്തിൽ അത് മാറുകയും ചെയ്തു. ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ഇതിന്ന് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പറയാനെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 3000-ൽ പരം മുഅ്ജിസത്തുകൾ പ്രവാചകൻ്റെ ഉണ്ട് എന്നുള്ളതാണ്. അതൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് ഇത്തരം വസ്തുക്കളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. ചന്ദ്രനാണെങ്കിലും മരങ്ങളാണെങ്കിലും ഈ വിഷയങ്ങളൊക്കെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് പ്രവാചകന് താൻ നബിയാണെന്ന് പറയുകയും എന്നിട്ട് ആ നബിയിലൂടെ ഇത്തരം കാര്യങ്ങളും കാണിക്കുമ്പോൾ, അള്ളാഹു കാണിച്ചു കൊടുക്കുമ്പോൾ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇദ്ദേഹം നബിയാണെന്ന് പറഞ്ഞത് അള്ളാഹു സമ്മതിക്കുകയല്ലേ അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കുകയാണ് ഇദ്ദേഹം പ്രവാചകനാണ് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹദീസുകൾ, ഈ കാര്യങ്ങളൊക്കെ മുതവാത്തിറായിക്കൊണ്ട് വന്ന റിപ്പോർട്ടുകളാണ്, ഹദീസുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരികയാണ്, എന്നിട്ട് പറയുകയാണ്, ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഇത്തരം വിഷയങ്ങളിൽ മുഅ്ജിസത്തുകളിൽ സംശയമുണ്ടാക്കുന്ന ഒരു വ്യക്തി. ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ കൂടുതലും നിരീശ്വരവാദികളാണ് നമ്മുടെ അടുത്തേക്ക് എന്ത് പറയുക, ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് വരിക, മുഅ്ജിസത്തുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായി കൊണ്ട് ചോദിക്കേണ്ടത്, നീ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ ലോകത്തെ സൃഷ്ടിച്ച എല്ലാത്തിനും കഴിവുള്ള ഒരു പടച്ചവൻ ഈ ലോകത്തിനുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് അല്ലേ? അതിന് മുമ്പ് എന്ത് ചെയ്യരുത്, മുഅ്ജിസത്തിൻ്റെ കടലേക്ക് പോകരുത്. ആദ്യം അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഈ ചോദ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇപ്പം നിരീശ്വരവാദി ആണെങ്കിൽ അവൻ പറയുന്നത് ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവനോട് ഇനി മുഅ്ജിസത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവനോട് എന്താ നമ്മൾ പറയേണ്ടത്? അവന് അള്ളാഹു ഉണ്ട് എന്നുള്ള തെളിവുകൾ നിരത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെ അവൻ തെളിവുകളൊക്കെ നിരത്തി കൊടുത്തു, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെ അവൻ വിശ്വസിച്ചു, അള്ളാഹു ഉണ്ട് എന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ സമ്മതിക്കുമ്പോൾ എന്താണ്, ഈ ലോകത്തെ സൃഷ്ടിച്ച, ഈ ലോകത്തെ പരിപാലിക്കുന്ന, എല്ലാത്തിനും കഴിവുള്ള ഒരു പടച്ച റബ്ബ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഇല്ലായ്മയിൽ നിന്ന് ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹു ആ ചന്ദ്രനെ 2 പിളർപ്പാക്കുക എന്നുള്ളത് അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ അവന് അള്ളാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മുഅ്ജിസത്തുകളൊക്കെ വിശ്വസിക്കാൻ എളുപ്പമായി കൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇനി ഒരാൾ പറയാണ്, ഇത്രയൊക്കെ തെളിവുകളുണ്ട്, നമ്മൾ നിരത്തി കൊടുത്തു ഇത്തരം മുഅ്ജിസത്തുകൾക്ക്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചന്ദ്രൻ്റെ പിളരലുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇത്തരം മുത്തവാത്തിറായ പ്രവാചകന്മാർ, സഹാബത്തും അതേപോലെ താബികളൊക്കെ അവരുടെ റിവായത്തുകളൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ടും പറയാൻ അയാൾ ഇല്ല, ഞാനിതിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവരോടൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കുക. ഈ നിങ്ങൾ പറയണ പ്ലാറ്റോ ഞാൻ വിശ്വസിക്കുന്നില്ല, അരിസ്റ്റോട്ടിൽ ഉണ്ടായതൊന്നും എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അരിസ്റ്റോട്ടിലും പ്ലാറ്റോ ഒക്കെ ഈസാ നബിക്ക് മുമ്പ് ജീവിച്ച ആൾക്കാരാണ്, BC 300-കളിൽ ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ആളില്ല എന്ന് പറയാം. അതേപോലെ തന്നെ ന്യൂട്ടൻ, അയാൾ അങ്ങനത്തെ ഒരാൾ ജീവിച്ചിട്ടില്ല. അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ന്യൂട്ടൺസ് 3 laws of motion, അത് അദ്ദേഹത്തിൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചതാണ്, അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഡാർവിൻ ഉണ്ടായിട്ടില്ല, ഡാർവിൻ കൊണ്ടുവന്ന പരിണാമ സിദ്ധാന്തം അതൊന്നും ഡാർവിൻ പറഞ്ഞതൊന്നുമല്ല. ഐൻസ്റ്റീൻ ഉണ്ടായിട്ടില്ല, അദ്ദേഹം കൊണ്ടുവന്ന ഈ ജനറൽ റിലേറ്റിവിറ്റി എന്ന് പഠിപ്പിക്കുന്ന അത് അദ്ദേഹം കൊണ്ടുവന്നതല്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഇവരൊക്കെ ഫോട്ടോസ് ഉണ്ട്, എന്നാലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് പറയും? ഇത് പൊട്ടത്തരാണ്, അയാൾ സമ്മതിക്കില്ല അവൻ. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? ഇതേപോലെ തന്നെയാണ്, അതെ, ഇത് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഇവരൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിനുള്ള രേഖകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ മുത്തവാത്തിറായ മുഅ്ജിസത്തുകൾക്ക് കൃത്യമായി കൊണ്ടുള്ള തെളിവുകൾ നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും 3 തെളിവുകളുണ്ട്, അത് കുറേ പറയാനുണ്ട്. അപ്പോൾ ഒരു സാലിസിന്ത്യയുടെ ഗ്രന്ഥം നോക്കുമ്പോൾ ഏകദേശം 55 പേജാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രവാചകത്വത്തിനുള്ള തെളിവുകൾ. അതിൽ ഓരോ സെൻറ്റൻസും എന്താണ്, ഒന്നില്ലെങ്കിൽ ആയത്താണ് അല്ലെങ്കിൽ ഹദീസാണ്. അപ്പോൾ ആ രൂപത്തിലാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് പറ്റി പഠിച്ച് കാര്യങ്ങൾ ക്ലാസ് എടുക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ശർഹകളും ഹദീസ് തഫ്സീറൊക്കെ നോക്കി വേണം പറയാം. അപ്പോൾ അത് എത്തൂല, അത്രയുണ്ട്, അത്രയും തെളിവുകളാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ റെക്കോർഡായിക്കൊണ്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ളത് ശരീഅത്ത്, ഇസ്ലാമിൻ്റെ ശരീഅത്ത്,
അതിലൂടെ നമുക്ക് എന്താക്കാം, ഇത് ഒരു സത്യമതമാണ്, അള്ളാഹു ഇറക്കിയ മതമാണ്, ഒരു കാരുണ്യത്തിൻ്റെയും നന്മയുടെയും മതമാണ് എന്ന് നമുക്ക് സമർത്ഥിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ശരീഅത്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. പാശ്ചാത്യർ പോലും പറയുന്നുണ്ട് വി വാണ്ട് ശരിയാ ലോ, ഞങ്ങൾക്ക് ശരീഅത്തിൻ്റെ ലോ വേണം, അതിൻ്റെ നിയമങ്ങൾ വേണം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ, അത്രത്തോളം ക്രിമിനൽസ്, കുറ്റകൃത്യങ്ങൾ കൂടി ജീവിക്കാൻ സമാധാനമില്ലാതെയായി. അപ്പം അടുത്ത് തന്നെ ഒരു ടീച്ചർ ഇത് പറഞ്ഞത് നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാകും. 2 കുട്ടികൾ, ക്ലാസ്സിലുള്ള കുട്ടികൾ പരസ്പരം കൊന്ന സമയത്ത്. അതേപോലെ തന്നെ ഇസ്ലാമിലെ ബാങ്കിങ് സിസ്റ്റം, അതും ഇന്ന് വെസ്റ്റേൺ രാജ്യങ്ങൾ പോലും അത് പിന്തുടർന്ന് പോരുന്നുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 400,000 ആൾക്കാർ അതിൻ്റെ അംഗമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ എന്താണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കാണുക. അതേപോലെ അതാണ് ശരീഅത്തിൻ്റെ വിഷയം. അത് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, വളരെയധികം വിശാലമായിക്കൊണ്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതേപോലെ തന്നെ പ്രവാചകൻ്റെ ദഅവത്തിൽ പ്രവാചകൻ എങ്ങനെയായിരുന്നു എന്നുള്ള വിഷയം, അതും കുറേ പറയാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഖുർആനിലൂടെ ഇത് സത്യപ്രവാചകൻ്റേതാണ്, ഇതൊരു സത്യമതമാണ്, കാരുണ്യത്തിൻ്റെ മതമാണ് എന്നറിയിക്കുവാൻ സാധിക്കുന്ന തെളിവുകൾ നമുക്ക് നിരന്തരമായി കൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.